ജോർജ് ജോസഫ്, താങ്കളൊരു സാമ്പത്തിക മാധ്യമപ്രവർത്തകനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വളരെ കൃത്യമായി താങ്കൾ അറിഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തൊഴിലാളികളുടെ നില, ഇന്ത്യയിലെ കർഷകരുടെ നില പിറകോട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ കൂടുതൽ ദരിദ്രരും കൂടുതൽ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ആയി മാറാൻ പോകുന്നു. അവരുടെ കൂലി സ്ഥിരത, അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥിരത, ജോലിയുള്ളവർക്ക് ജോലി സ്ഥിരത, ഇതെല്ലാം പ്രശ്നത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യൻ തൊഴിലാളി വർഗം, ഇന്ത്യൻ കർഷക വർഗം വന്നു നിൽക്കുകയാണ് എന്ന നിലയിലാണ് ഈ സമരം മുന്നോട്ട് വരുന്നത്. ജോർജ് ജോസഫ്, താങ്കളിലെ സാമ്പത്തിക ലേഖകൻ ഇതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു? NPC ഇതിനെ 3 വ്യത്യസ്ത തലങ്ങളിലൂടെ ഇതിന് മറുപടി പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചുരുക്കി ഞാൻ പറയാം, എങ്കിൽ കുറച്ച് സമയം എടുക്കും എന്ന് ഞാൻ പറയുകയാണ്. പരമാവധി ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കാം. ഒന്ന് രാഷ്ട്രീയം ഇതിനകത്ത് വരുന്നത്. അതായത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇത്തരത്തിൽ BJP സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടുന്നു എന്ന് പറയുമ്പോൾ ഇവർ നിർണായകമായ പല ഘട്ടങ്ങളിലും ഇത്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു അവസരത്തിൽ പോലും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസം 10-ാം തീയതി നടന്നിരുന്ന ഈ ദേശീയ പണിമുടക്കിന് മുമ്പായിട്ട് ഒട്ടേറെ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് കർഷകരും തൊഴിലാളികളും ഒക്കെ നടത്തുന്ന മഹാരാഷ്ട്രയിലും പഞ്ചാബിലും എല്ലാം അടക്കമുള്ള ലോങ് മാർച്ചുകളടക്കമുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മൾ INTUC പോലുള്ളൊരു സംഘടനയെ, കോൺഗ്രസിനെ അതിൻ്റെ മുൻനിരയിൽ കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ ജന്തർ മന്ദർ സമരത്തിൽ എന്താണ് കണ്ടത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ സമരത്തിൽ ആ സമരത്തിനോടും CJP എന്ന പാർട്ടിയോട് ഐത്തം കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമരത്തെ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സമരം വിജയിക്കാൻ പോകുന്നു, വലിയൊരു പ്രക്ഷോഭമായി മാറും, തങ്ങൾക്കൊരു പക്ഷേ വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്നുള്ള ഘട്ടത്തിൽ ചാടി വീഴുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയെല്ലാം നിർണായകമായ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ BJPക്ക് എതിരായ ശക്തികളുടെ ഏകീകരണത്തെ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് തുരങ്കം വയ്ക്കുന്ന തലത്തിലുള്ള പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ സമീപനങ്ങളുടെ ഭാഗമായിട്ട് മാറിയുന്നു എന്നുള്ളത് അതിന് ചുരുക്കി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ദേശീയ തലത്തിൽ BJP സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പോരാടുവാൻ, അതിനെതിരെ സമരം ചെയ്യുവാനുള്ള ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളത് ഇതപര്യന്തം വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ആ ആത്മാർത്ഥതയില്ലായ്മ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ചില ഒഴിവുകഴികൾ പറഞ്ഞു. അതാണ് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞു. ഇവിടെ UDFൻ്റെയോ LDFൻ്റെയോ സർക്കാരിൻ്റെയോ ഏതെങ്കിലും നയങ്ങളും സമീപനങ്ങളുമായി ബന്ധപ്പെട്ടോ രാഷ്ട്രീയമായ നിലപാടുകൾ ബന്ധപ്പെട്ട എല്ലാ സമരം ചെയ്യുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിലനിർത്തണം, അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള 40,000 രൂപ എന്ന് പറയുന്ന അടിസ്ഥാന പ്രതിമാസ ശമ്പളത്തിലേക്ക് കൊണ്ടുവരണം, ഗിഗ് വർക്കേഴ്സ് അടക്കമുള്ള പ്ലാറ്റ്ഫോം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കൃത്യമായ നയസമീപനങ്ങൾ ഉണ്ടാകണം. ഇതിനകത്ത് എവിടെയാണ് രാഷ്ട്രീയം വരുന്നത്? ഇത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ പ്രക്ഷോഭം നടക്കുന്നത്. അതുപോലെ തന്നെ മിനിമം താങ്ങുവില വേണം എന്ന് കർഷകർ ആവശ്യപ്പെടുന്നത്, ഇതെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മാനവികമായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിൽ പോലും യോജിച്ചു പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവിടെയാണ് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ പരാജയം, ദൗർബല്യം. ഇന്ത്യ ഇതുവരെ ഈ BJP സർക്കാർ ഒരുപക്ഷെ 10 വർഷത്തിലധികക്കാലം ഇന്ത്യയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ ഉത്തരവാദി പ്രധാന പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനാണ് എന്നുള്ളതാണ്. അത്രയുമാണ് രാഷ്ട്രീയമായി ഞാൻ പറഞ്ഞത് വിടുകയാണ്. ഇനി രണ്ടാമത് NPC പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ എടുക്കുക ലേബർ കോഡുകളെക്കുറിച്ച് എത്ര നിസ്സാരമായിട്ടാണ് BJP അനുഭാവിയായിട്ടുള്ള ഒരാൾ ഇവിടെ സംസാരിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ 2 ഉദാഹരണങ്ങൾ NPCയുടെ മുമ്പിൽ വയ്ക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ 2 കമ്പനികളിലെ വിഷയങ്ങൾ സമീപകാലത്ത് ഉണ്ടായിരിക്കും എടുക്കുക. കോറ ഹെൽത്ത് കെയറും ടാൽറോപ്പ് എന്ന് പറയുന്ന 2 കമ്പനികളിൽ. ആ കോറ ഹെൽത്ത് കെയറിൽ പിരിച്ചുവിടൽ എങ്ങനെയായിരുന്നു NPC ഒന്ന് ആലോചിച്ച് നോക്കണം. പിരിച്ചുവിടൽ എന്ന് പറയുന്നത് ഇന്ന് കാലത്ത് ജോലിക്ക് കയറി വന്ന് അവനവൻ്റെ ടേബിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കമ്പനിക്കകത്തെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, ഇന്നത്തോടെ നിങ്ങളുടെ സേവനം കഴിഞ്ഞു, നാളെ മുതൽക്ക് നിങ്ങൾക്ക് ജോലിയില്ല. ഇതെന്ത് രീതിയാണ്?
അപ്പോൾ അവരവിടെ പറഞ്ഞെന്താ, അങ്ങനെ പിരിച്ചുവിടുന്നതിന് ആനുപാതികമായിട്ട് ആ കമ്പനി മാനേജ്മെൻറ്റ് ധിക്കാരപരമായി പറഞ്ഞ കാര്യം, രാജ്യത്ത് പുതിയ ലേബർ കോഡ് ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ലേബർ കോഡ് കേരളത്തിൽ റൂൾസ് ഉണ്ടാക്കി നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ്. എങ്കിലും പോട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കേരള അസംബ്ലി അംഗീകരിക്കാത്ത, കേരള നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്ത് അംഗീകരിക്കാത്ത ഒരു കാര്യത്തിൽ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് ഒരു മണിക്കൂറിൻ്റെ പോലും ഇതില്ലാതെ പിരിച്ചുവിടുകയാണ് ജോലിയിൽ നിന്ന്. അപ്പോൾ ഇതെന്ത് സ്വാഭാവികമായൊരു നീതി എന്ന് പറയണതില്ലേ? തൊഴിൽ നിയമങ്ങളും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ NPC. ഇനി ഞാൻ NPCയോട് ഒരു കാര്യം കൂടി പറയാം. ഈ സംഭവം ഉണ്ടായപ്പോൾ NPCക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെ കേവലം വന്നിരിക്കുന്ന ആളുകളോട് പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ പിരിച്ചുവിടുമ്പോൾ അതേ ജീവനക്കാരൻ ആ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പോകണമെന്ന് വിചാരിച്ചോ? എങ്ങനെയാണ് നിയമമല്ല, ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന നിയമം. അതാണ് രസം. ഈ ലേബർ കോഡിനകത്ത് രാജിവെച്ച് പോകുന്ന തൊഴിലാളിയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അവിടെ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം എന്താ? നിങ്ങൾ 3 മാസത്തെങ്കിലും നോട്ടീസ് പീരീഡിലായിരിക്കും. ചില കമ്പനികളിൽ 4 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ട്, 6 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ട്. ഇതൊക്കെയുണ്ട്. അവൻ അടുത്ത ആഴ്ച അവന് വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും അവൻ 3 മാസം നോട്ടീസ് പീരീഡിൽ അവിടെ ജോലി ചെയ്യണം. പലർക്കും ഒരു ദിവസത്തെ അനൗൺസ്മെന്റ് കൊണ്ട് തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ തൊഴിലാളിക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് പൈസ അങ്ങോട്ട് കൊടുക്കണം, ബോണ്ട് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും പൈസ അത് ആ 3 മാസത്തെ ശമ്പളം തിരിച്ചടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഇതെല്ലാം ആ നിയമങ്ങൾ ആരുണ്ടാക്കിയതാ? ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമങ്ങൾ ഉപയോഗിച്ച്, വളരെ കിരാതമായ നിയമങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ അതേ കോർപ്പറേറ്റ് കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവരുടെ ഈ പറഞ്ഞതുപോലെ ജീവനക്കാരുടെ രീതികൾ എന്നുള്ള രീതിയിൽ നടപ്പാക്കുകയാണ്. അപ്പം ഒരു ദിവസത്തെ പോലും നോട്ടീസില്ലാതെ തൊഴിലാളികൾ പിരിച്ചുവിടുമ്പോൾ അതേ കമ്പനിയിലെ ജീവനക്കാരന് പിരിഞ്ഞു പോകണമെങ്കിൽ മിനിമം 3 മാസം അവിടെ വർക്ക് ചെയ്യണം. ആ 3 മാസം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവന് ആ 3 മാസം ശമ്പളം തിരിച്ചടയ്ക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഈ മിനിമം വേജിൻ്റെ കാര്യം പറഞ്ഞു. പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ്. ചില സംസ്ഥാനങ്ങളിൽ മിനിമം വേജ് കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റുമോ? എത്ര വിചിത്രമായ വാദങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് വിചിത്രമായ വാദങ്ങളാണ്? ഇപ്പോൾ ഈ സമരത്തിന് ആസ്പദമായി തന്നെ 42,000 രൂപയാണ് പ്രതിമാസം മിനിമം വേതനമായിട്ട് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ കർഷകരും ആവശ്യപ്പെടുന്നത്. ഏത് സംസ്ഥാനത്താണ് 42,000 രൂപ മാസം മിനിമം വേതനമായിട്ട് നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ളത്? അത് കേരളത്തിൽ പോലും ഇല്ലല്ലോ. കേരളത്തിൽ പോലും അതില്ല. കേരളം പോലെ വികസിതമായിട്ടുള്ള മുന്നേറി നിൽക്കുന്ന ഈ കാര്യത്തിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും 42,000 രൂപയുടെ പ്രതിമാസ വേതനം ഇല്ല. കാരണം നമുക്ക് നഴ്സുമാർ സമരം ചെയ്യുന്നത് തന്നെ എന്തിനാ? 40,000 രൂപ മിനിമം വേതനം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പ്രതിമാസം വേതനം 40,000 ആക്കണമെന്ന്. അപ്പോൾ 42,000 രൂപ എന്ന് പറയുന്ന മിനിമം പ്രതിമാസ വേതനം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നിലയിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉയർന്നൊരു നിലവാരം ഏതോ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവർക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇവർക്ക് കൂട്ടാൻ പറ്റുമോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ലേബർ കോഡ് നടപ്പാക്കാമെങ്കിൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പല സംസ്ഥാനങ്ങളിലും പല രീതിയാണ്, പല ജീവിതശൈലികളാണ്, പല സ്വഭാവങ്ങളുണ്ട്, ജിയോഗ്രാഫിക്കായിട്ട് വ്യത്യസ്തമാണ്. ഈ ജിയോഗ്രാഫിക്കായി വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് ഏകീകൃത ലേബർ കോഡ് കൊണ്ടുവരുന്നത്? അതെങ്ങനെയാണത്? അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ്, ഈ ഡൈവേഴ്സിറ്റി, ഈ ഹെട്രോജീനസ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ വളരെ സംസ്ഥാനങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കണ്ടേ? നിങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് അനുസരിച്ച് ലേബർ കോഡുകൾ തീരുമാനിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. പരീക്ഷ നടത്തിപ്പോൾ ഞങ്ങൾ നടത്തും, ലേബർ കോഡ് ഞങ്ങൾ നടത്തും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ശമ്പളത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് ഹെട്രോജീനസ് ആണ്, ഡൈവേഴ്സിഫിക്കേഷനാണ്. ജിയോഗ്രാഫിക്കായിട്ട് അവരെങ്ങനെ തീരുമാനിക്കും? ഇങ്ങനെ തീരുമാനിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമരങ്ങൾ ഉയർന്നു വരുന്നത്.